അപ്പോൾ SSC GD കോൺസ്റ്റബിളിൻ്റെ അപ്ഡേറ്റിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്നുണ്ട്. നിലവിലൊരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. ഇത് മറ്റൊരു രീതിയിൽ നിങ്ങൾ എടുക്കേണ്ട, പുതിയൊരു അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അത്രമാത്രം. അല്ലാതെ മറ്റൊരു മോശമായിട്ടുള്ള രീതിയിൽ ഇത് എടുക്കേണ്ട. GDയുടെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് കിടക്കാം. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വീഡിയോ ആദ്യം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം നിങ്ങളൊരു നിഗമനത്തിലെത്തുക. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ബിഡ് ഓപ്പണിംഗ് ഡേറ്റ് 21/5/2024 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 11/6/2024 വരെ ആക്കിയിട്ടുണ്ട്. അതായത് റിസൾട്ട് വരാൻ ലേറ്റ് ആകുമോ എന്നുള്ളൊരു സംശയം ഈ ഒരു കാര്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവും. എന്താണ് ബിഡ് ഓപ്പണിംഗ് ഡേറ്റ് എന്നൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതാണ്. ITBP ആയിരിക്കും ഇതിൻ്റെ ഫിസിക്കൽ നടത്താൻ പോകുന്നത്. അപ്പോൾ ITBPക്ക് സമയം വേണം, ടീമിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സമയം വേണം. ആ സമയമാണ് ഇവിടെ ടെൻഡറിന് വേണ്ടിയിട്ട്. അതായത് താൽക്കാലികമായിട്ടായിരിക്കും, എന്നും ITBP ആവണമെന്നില്ല, CRPF തന്നെ ആയിരിക്കും. പക്ഷേ ഒരു ടെൻഡർ താൽക്കാലികമായിട്ട് ITBP നടത്തുമെന്നുള്ള രീതിയിലാണ് ഇവിടെ ഒരു ടെൻഡർ നൽകുന്നത്. പക്ഷേ ഇവിടെ ടെൻഡർ ഏറ്റെടുക്കാനായിട്ട് ITBPക്ക് സാധിക്കാത്തൊരു നിലയാണ് ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതായത് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇനി ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 11/6/2024 ആണ്. ഈ ഒരു കാര്യം പ്രകാരം പറയുകയാണെങ്കിൽ ആ ഒരു ഡേറ്റിന് ശേഷമോ അല്ലെങ്കിൽ അതിൻ്റെ അടുപ്പിച്ചോ റിസൾട്ട് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഇനിയും അധികം റിസൾട്ട് ഡിലേ ചെയ്യാനുള്ള കാരണങ്ങളൊന്നും കാണുന്നില്ല. അതായത് ഒരുപാട് ഡിലേ ചെയ്തു, റിസൾട്ട് മേ ബി എന്നും വേണേലും റിലീസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. CRPF വേണ്ടിക്കൽ ഇതിൻ്റെ നോഡൽ ഏജൻസി ആയിട്ട് വരാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം ഇത്രയും ലേറ്റായിട്ട്, അതായത് നീട്ടി ടെൻഡറിൻ്റെ കാര്യം നീട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും. പ്രധാനമായിട്ടും നമ്മുടെ അടുത്ത നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റിൽ വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫിസിക്കലൊന്നും അതുവരെ ഒന്നും നടത്താതിരിക്കാനൊന്നും പറ്റത്തില്ല. ഇതിൻ്റെ ഏകദേശം ഓൾമോസ്റ്റ് പ്രൊസീജിയറും ആ ഒരു ടൈമിൻ്റെ ഉള്ളിലേക്ക് തീർത്തേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എന്തായാലും പ്രാക്ടീസിൽ ഒരു മുടക്കവും വരുത്തണ്ട. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് നോട്ടീസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. അതിൽ നമ്മൾ രാവിലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് ഒരു വോയിസ് ഒക്കെ ഇട്ട് വളരെ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് യൂട്യൂബിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 16/6/2024 റിസൾട്ട് വരാനുള്ള സാധ്യത കൂടുതലും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇതിൻ്റെ ആദ്യത്തെ ബിഡ് ഓപ്പണിംഗ് ഡേറ്റ് 10-ാം തീയതി ആയിരുന്നു, അതായത് മെയ് മാസം 10-നായിരുന്നു. ഇപ്പം നമ്മുടെ SSCക്ക് വേണ്ടിയിട്ട് റിസൾട്ട് റിലീസ് ചെയ്തിട്ട് പിന്നെ നോഡൽ ഏജൻസി എന്ന് വേണമെങ്കിലും കൺഫേം ആയിക്കോട്ടെ, അവർ പിന്നെ ഫിസിക്കൽ നടത്തുമല്ലോ. പക്ഷേ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു മാസത്തിനുള്ളിലെങ്കിലും ഫിസിക്കൽ നടത്തണമല്ലോ. ഇപ്പോൾ 10-ാം തീയതി എന്തായാലും ഒരു ബിഡ് ഓപ്പണിംഗ് ഡേറ്റ് ഉണ്ടായിരുന്നു മുൻപ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ SSC റിസൾട്ട് റിലീസ് ചെയ്തെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ അടുപ്പിച്ചിട്ടുള്ള സമയത്തായിരുന്നു ആ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തത്. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 13, പിന്നീട് 21, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 21 ആക്കി. ഇപ്പോൾ അടുത്ത് 21 ആയിരുന്നു. പിന്നീട് അതായത് ഇന്നായിരുന്നു. പിന്നീട് അതും എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ജൂൺ മാസം 11-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഫിസിക്കൽ നടത്താൻ ഏജൻസി ഇല്ലാതെയാവും, റിസൾട്ട് റിലീസ് ചെയ്ത് വെച്ചെടുത്തുമാവും. ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ഇങ്ങനെ SSC ഡിലേ ചെയ്ത് പോകുന്നത്. അപ്പോൾ നോഡൽ ഏജൻസി കൺഫേം ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിസൾട്ട് നമുക്ക് വേഗം പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു ചാൻസ് നോക്കുകയാണെങ്കിൽ അത് തികച്ചും നടക്കാൻ വളരെ ചാൻസ് കുറവുള്ളൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ചോദിക്കും, ഇങ്ങനെ നടന്നല്ലോ, നിങ്ങളല്ലേ പറഞ്ഞത്, പിന്നെ എന്തായാലും 11/6/2024 കഴിഞ്ഞിട്ട് റിസൾട്ട് വരും എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും പറയാൻ ചാൻസ് ഉണ്ട്. അതായത് SSCക്ക് റിസൾട്ട് റിലീസ് ചെയ്തിട്ട് നോഡൽ ഏജൻസി എന്ന് വേണമെങ്കിലും കൺഫേം ആയിക്കോട്ടെ, പക്ഷേ റിസൾട്ട് റിലീസ് ചെയ്തിട്ട് പിന്നെ അതിനുശേഷം അവർ ഫിസിക്കൽ നടത്തിക്കോട്ടെ എന്നുള്ള രീതിയിൽ SSCക്ക് റിസൾട്ട് റിലീസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. വളരെ ചാൻസ് കുറവേ ഉള്ളൂ അതിന്. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. നമ്മളിപ്പം 10-ാം തീയതി, അതുപോലെ 13-ാം തീയതി, 21-ാം തീയതി ഇതിൻ്റെയൊക്കെ ഒരു ഫോളോ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നു. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നോഡൽ ഏജൻസി ഇല്ലാതെ ആവും ഫിസിക്കൽ നടത്താനായിട്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് SSC ഇങ്ങനെ ഡിലേ ചെയ്ത് പോകുന്നത്. എന്തായാലും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം 11/6/2024 ആ ഒരു ഡേറ്റിൻ്റെ അടുപ്പിച്ചിട്ടാണ് ഇനി കൂടുതലും റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് എനിവേ റിസൾട്ട് റിലീസ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് ടെലിഗ്രാം ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്.